പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയുടെ ആത്മാർത്ഥത എൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കനകയാണെങ്കിൽ അവിടേക്ക് തൊഴാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങോട്ട് ഓടി വരുന്നത്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ കനക ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇന്നലെ രാത്രി ഒരു ഗ്ലാസ് പാല് കുടിച്ചതാണ്. ഇങ്ങനെ ആ പാലിലൂടെ മാരകമായിട്ടുള്ള വിഷമാണ് അമ്മയുടെ ഉള്ളിൽ ചെന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ നവ്യേച്ചിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണ് അമ്മ എടുത്ത് കുടിച്ചതെന്നൊക്കെ പറയാണ് കേട്ടോ. കനകയ്ക്ക് തന്നെ അതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട് മോനെ അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയും. അപ്പം എന്തായാലും ഇങ്ങനെ ഇന്നലെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അഭി നവ്യേനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അവിടുന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. എനിക്കും ഗോവിന്ദേട്ടനും നന്ദുവിനൊക്കെ ഒരുപാട് സന്തോഷമായി എന്ന് പറയാണ് കേട്ടോ. നവ്യയ്ക്കും അതുപോലെ തന്നെ ഒത്തിരി സന്തോഷമായി. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഭഗവാനോട് നന്ദി പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക, ഒന്നും വരില്ല അമ്മയ്ക്ക് എന്നൊക്കെ പറയാണ്. പിന്നീട് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ മോനെ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ആവശ്യമില്ല, ഞാനും അച്ഛനും നയനയൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി, പിന്നെ ഞങ്ങൾ 3 പേരും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും കനകയോട് പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും വേണം എന്ന് പറയാണ്. അപ്പം എന്തായാലും അങ്ങനെ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ അഭിയൊക്കെ വീട്ടിലേക്ക് വന്ന ആ സന്തോഷം ഒക്കെയാണല്ലോ. അപ്പം എന്തായാലും ഇങ്ങനെ ഭഗവാന്മാരോട് നന്ദി പറയണമല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നടന്നു കഴിയുമ്പോൾ നന്ദിയും പറയണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയൂ കേട്ടോ. പിന്നീട് ആദർശും നയനയും കൂടെ പോകാൻ തുടങ്ങുന്ന സമയത്ത് നയനേനെ പിടിച്ച് നിർത്തിയിട്ട് മോളൊന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് കനക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇന്നലെ അഭിമോനും അതുപോലെ തന്നെ നവ്യമോളൊക്കെ വീട്ടിൽ വന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അച്ഛനും ഞാനും അതുപോലെ തന്നെ നന്ദുവിനും ഒക്കെ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ 4 പേരും നമ്മുടെ വീട്ടിലേക്ക് ഒരുമിച്ച് വന്നിട്ടില്ലല്ലോ, നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ടില്ലല്ലോ, ഒരു നേരത്തെ ആഹാരമെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് അച്ഛനും എനിക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നീട് ഇങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ അമ്മ പഴയപടി ആവട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് മതിയെന്ന് കനകയും പറയാണ്. പിന്നീട് കനക ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മരുമക്കളും മക്കളൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നയന വണ്ടിയിൽ കയറുന്ന സമയത്ത് എന്തിനാ അമ്മ വിളിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിനോടും കാര്യങ്ങൾ പറയാണ് കേട്ടോ. ഇന്നലെ അഭി ഇങ്ങനെ നവ്യൻ ചേച്ചീനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെന്ന് ഇങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ നയന പറയുന്നുണ്ടായിരുന്നു, ഇനി ഒരു ദിവസം നമ്മളോട് അഭിനെയും നവ്യേച്ചിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. 4 പേരും അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും ഒപ്പം ഇരുന്നിട്ട് ആഹാരം കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഒരു നേരത്തെ ആഹാരമെങ്കിലും അങ്ങനെ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയട്ടെ. അപ്പോൾ അതൊക്കെ നേരത്തെ സാധിച്ചു കൊടുക്കേണ്ട ആഗ്രഹങ്ങളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയൂട്ടോ. ഇന്നലെ ഇങ്ങനെ നവ്യേച്ചിനോട് കാണിച്ച സ്നേഹമൊക്കെ അഭിനയമായിരുന്നു എന്നുള്ളൊരു സംശയം നവ്യേച്ചിക്കും ഉണ്ട്. ചേച്ചീനെ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താന്ന്. അപ്പോൾ അതെന്താന്നൊക്കെ ഇനി നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഞാനിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ഇതാ നയന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നൊക്കെ പറയൂട്ടോ. പിന്നീട് ഇങ്ങനെ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നയനയോട്, ദേവയാനിയുടെ കാര്യം മോൾ അറിഞ്ഞു എന്ന് ചോദിക്കൂട്ടോ. അമ്മയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, അതിനുള്ള പരിഹാരം പറഞ്ഞു എന്ന് പറയൂട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, വളരെ റെയർ ആയിട്ടുള്ള AB നെഗറ്റീവ് ഗ്രൂപ്പ് തന്നെയാണ് നയനയുടെ എന്ന് പറയൂട്ടോ. അപ്പോൾ ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജയനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ബ്ലഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ അച്ഛനും മോനും കൂടെ ഓടണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം ബ്ലഡ് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജയനാണെങ്കിലും സന്തോഷമാവുന്നുണ്ട്. ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ ഒരു ദൈവനിയോഗമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഒരു വീട്ടിലെ 3 പേർക്കും ഇങ്ങനെ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നതൊക്കെ ഇങ്ങനെ അപൂർവമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും ജയനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇവളോട് കാണാൻ ചെല്ലരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയൂട്ടോ. ദേവയാനി ഇപ്പോഴും ഇങ്ങനെ നയനേനെ മനസ്സിലാക്കാത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ജയൻ. എന്തായാലും ആദർശ് ഇങ്ങനെ നയനേനെ വിളിക്കുകയാണ്, നീ എൻ്റെ ഒപ്പം വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജയനും പറയുന്നുണ്ടായിരുന്നു, മോള് ചെല്ലി അവൻ്റെ കൂടെ എന്ന് പറയൂട്ടോ. അപ്പോൾ 2 പേരും കൂടെ ICUൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ദേവയാനി ആണെങ്കിലും ഉണർന്ന് കിടക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ നയനയും ആദർശം വരുന്ന കാണുമ്പോൾ തന്നെ ദേവയാനി മുഖം തിരിക്കുകയാണ്, നയനയുടെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല കേട്ടോ. പിന്നീട് അവരിങ്ങനെ അടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്താണെങ്കിലും ദേവയാനി അങ്ങ്
കുറേ സമയം നോക്കുകയൊന്നുമില്ല. പിന്നെ അങ്ങ് തിരിഞ്ഞ് നിന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവളെയും കൂട്ടിക്കൊണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖം ഇങ്ങനെ കുറയല്ല ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. എനിക്ക് ഇവളെ കാണണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. നയനയാണ് പാലിൽ വിഷം ചേർത്ത് നൽകി എന്നുള്ള രീതിയിലാണ് സംസാരങ്ങളൊക്കെ. അങ്ങനെയൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. ഇവളോട് പുറത്തേക്ക് പോകാൻ പറയുന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് ICUവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ് കേട്ടോ. ആദർശാണെങ്കിലും നയനയെ സപ്പോർട്ട് ചെയ്ത് കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ദേവയാനി അതൊന്നും ഇങ്ങനെ കേൾക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. എനിക്ക് ഒന്നും കേൾക്കണ്ട, നീ നിൻ്റെ ഭാര്യേനെ ന്യായീകരിക്കാനാണ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നീയും നിൽക്കണ്ട, എനിക്ക് നിന്നെയും കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മ എപ്പോഴും ഇങ്ങനെ സത്യം അറിയാതെയാണ് ഓരോന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി അറിഞ്ഞ സത്യം അത്രയും മതി, ഇനി അറിയാനൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് അമ്മയുടേത് ഇങ്ങനെ വളരെ റെയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ റെയറായിട്ടുള്ള ബ്ലഡ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കയറ്റണ്ട, ഞാനങ്ങ് മരിച്ചു പോയിക്കോട്ടെ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആദർശിന് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കാനാ? ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്ന എൻ്റെ മകനെ എന്നിൽ നിന്ന് അവൾ അകറ്റിയില്ലേ? ഇനിയിപ്പോൾ നീ ഇങ്ങനെ അമ്മേനെ അല്ലല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ആട്ടിപ്പായിച്ചവളല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഞാൻ ആട്ടിപ്പായിച്ചതിൻ്റെ സങ്കടത്തിൽ അവളിങ്ങനെ കരഞ്ഞു നിൽക്കുകയായിരിക്കും, നീ അവളെ ചെന്ന് ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ആദർശ് പറയുന്നത്, അമ്മ ഇനി ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അനാമികയുടേതും, അവളത് തരാൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ദേവയാനി അതൊന്നും വിശ്വസിക്കില്ല. ആര് പറഞ്ഞു അവൾ തയ്യാറല്ലാന്ന്? അവൾ 100% തയ്യാറായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് മോള് തരാതെ മാറി നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മേനോട് ഇതാരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇനി ആര് പറയാനാ, ഇപ്പം നീ പറഞ്ഞ ഈ ബ്ലഡ് ഗ്രൂപ്പാണ് നിൻ്റെ ഭാര്യയുടെ എന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും എനിക്ക് ബ്ലഡ് തരില്ലായിരുന്നു എന്ന് പറയൂ കേട്ടോ. ആദർശാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും ദേവയാനി അങ്ങോട്ട് കേൾക്കുന്നില്ല, ഒന്നും വിശ്വസിക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ആദർശ് ഒരു മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. പിന്നീട് ഇങ്ങനെ നയനയാണെങ്കിലും ഇങ്ങനെ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും ദേവയാനി അതൊന്നും വിശ്വസിക്കുന്നില്ല. അവളിങ്ങനെ ഏത് ദൈവങ്ങളെ വിളിച്ചാലാണ് ഇങ്ങനെ ദൈവങ്ങൾ കേൾക്കുക? ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കടന്നിട്ടുള്ള വിഷത്തേക്കാളും ഇങ്ങനെ മാരകമായിട്ടുള്ള വിഷമാണ് അവളുടെ ഉള്ളിൽ. പിന്നെ അവൾ വിളിച്ചാൽ ഒരു ദൈവങ്ങളും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനെ അങ്ങ് കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും അങ്ങോട്ടൊന്നും പറയുന്നത് ദേവയാനി കേൾക്കുന്നില്ല. നീ അവളെ ന്യായീകരിക്കാനാണ് ഇവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണണ്ട, നീ ഇവിടുന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആദർശിനെ അവിടുന്ന് അങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ. പിന്നെ ജയനും അതുപോലെ തന്നെ ഇങ്ങനെ നയനയും കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയനേനെ ഇപ്പോഴും ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നതും. അതുപോലെ തന്നെ പിന്നീട് ആദർശ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ ആ ബ്ലഡ് ഇങ്ങനെ സ്വീകരിച്ചൊന്നും വരില്ല, അതുകൊണ്ട് അമ്മ ഒരിക്കലും ഈ കാര്യം അറിയരുത് എന്നൊക്കെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അതുതന്നെയാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം, അതുകൊണ്ട് അമ്മേനെ ഇത് അറിയിക്കേണ്ട, നമുക്കിപ്പോൾ അമ്മേനെ പഴയപടി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ എപ്പോഴും ഇങ്ങനെ നയനേനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ അനാമികേനെയും അമ്മേനെയൊക്കെ ഇങ്ങനെ ഇതാക്കിയാണ്ടാണ് സംസാരിക്കുന്നത്, അമ്മേനെ വെറുതെ ഇങ്ങനെ അവരിങ്ങനെ സ്നേഹം നടിച്ച് മണ്ടിയാക്കുകയാണ്, പക്ഷേ അമ്മ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നിർബന്ധിച്ചാണല്ലോ അനിയുടെ വിവാഹം നടത്തിയത്, അനി വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇനിയിപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ രണ്ട് വഴിക്കാവാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് ഇങ്ങനെ അനീനെ തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട, അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നോട്ട് പോയിക്കോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയന മനഃപൂർവ്വം അങ്ങനെ ദേവയാനിക്ക് ഇങ്ങനെ പാലിൽ വിഷം ചേർത്ത് നൽകിയാണെന്നാണല്ലോ ദേവയാനി വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നയന പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് അമ്മയ്ക്ക് ഇങ്ങനെ പാലിൽ വിഷം ചേർത്ത് നൽകിയെന്ന് അമ്മ വിശ്വസിക്കുന്നിടത്തോളം കാലം അമ്മ എന്നെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അവർ ICUവിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്തും ദേവയാനി നയനയോട് അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ജയേട്ടൻ എനിക്ക് ക്ഷീണമുള്ളത് അറിഞ്ഞ് ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ എന്നോട് പറഞ്ഞത് ഇവൾ കേട്ടിട്ട് ഇവളാണ് എനിക്ക് പാലിൽ വിഷം ചേർത്ത് തന്നതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശം ഇങ്ങനെ ജയനും കൂടെ ഡോക്ടറെ കാണാനായിട്ട് അവിടുന്ന് പോവാണ്, നയനയോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട്. പിന്നീട് എന്തായാലും നയന ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ദേവയാനീനെ അത് അറിയിക്കരുത് എന്ന് പറയാനാണ് കേട്ടോ ആദർശം ജയനും കൂടെ ചെന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ സാറിൻ്റെ മിസ്സിസ് ഇങ്ങനെ മരുമകളാണ് ബ്ലഡ് നൽകുന്നതെന്ന് അറിയരുത് എന്നാണല്ലേ പറഞ്ഞു വരുന്നത്. എന്തായാലും നമുക്ക് കാര്യം നടന്നാൽ പോരെ. അപ്പോൾ എന്തായാലും എനിക്ക് ആ കുട്ടീനോട് ഒരുപാട് ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിവിടെ കിട്ടേണ്ടത് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ
കുടുംബ പ്രശ്നം എന്തോ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയനയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നയനയെ കുറിച്ച് ജയൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമോള് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്നൊക്കെ പറയൂട്ടോ. ആ സമയത്ത് ഡോക്ടറാണെങ്കിലും തമാശ രൂപേണ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു കുറ്റാണോ സാറിൻ്റെ മിസ്സിസ് ഇങ്ങനെ മരുമകളിൽ കാണുന്നതെന്നൊക്കെ ചോദിക്കട്ടോ. പിന്നീട് നയനയെ കുറിച്ച് ആദർശം പറയാണ്, ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഈ അടുത്ത് വരുന്ന ഡിസൈൻ എല്ലാം നയന ഡിസൈൻ ചെയ്തതാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഡോക്ടർ എന്തായാലും അതൊക്കെ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ വന്നിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആ കുട്ടീനോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ആ കുട്ടി ഇങ്ങനെ വളരെ ജെന്യൂൻ ആണെന്നുള്ളത്. അതിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയണം. എന്തായാലും ഇനി കുറച്ച് ടെസ്റ്റും കൂടി അല്ലേ ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ നയനയ്ക്ക്, അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും കാണില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് ആദർശം അതുപോലെ തന്നെ ജയനും ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പിന്നെ അനാമികയോടാണെങ്കിലും വേണു ഇങ്ങനെ ബ്ലഡ് കൊടുക്കാനൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അനാമികയ്ക്കാണെങ്കിൽ അതിന് തയ്യാറല്ല. അനാമിക പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞാനിങ്ങനെ വെറുതെ അവർക്ക് എൻ്റെ ചോരയും നീരും കൊടുക്കാൻ പോവല്ലേ, എനിക്കതിന് പറ്റില്ല എന്നൊക്കെയാണ് കേട്ടോ അനാമിക പറയുന്നത്. അപ്പോൾ മോളിപ്പോൾ ആ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേവയാനി ചിലപ്പോൾ മോൾക്ക് ദേവയാനിയുടെ സ്വത്ത് മുഴുവൻ എഴുതി തന്നു എന്ന് വരും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയുള്ളൊരു സ്വത്തൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ചോര കൊടുത്തിട്ടുള്ള സ്വത്തൊന്നും എനിക്ക് വേണ്ട എന്ന് തറപ്പിച്ചങ്ങ് പറയാണ് കേട്ടോ. വേണു പറഞ്ഞിട്ടും അനാമിക ബ്ലഡ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൊളാക്കി സംസാരിച്ചിട്ടല്ലേ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളിങ്ങനെ മോള് ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ സംസാരിച്ച് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും നയനയെ പുറത്താക്കുന്ന ആ രീതിയിൽ വേണം അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ, അതുകൊണ്ടാണ് ഞാൻ മോളോട് ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ, എന്ത് പറഞ്ഞാലും അനാമിക ബ്ലഡ് കൊടുക്കൂല എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നയനയെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ചേച്ചീനെ പുറത്താക്കാൻ നടക്കുകയാണ് അബിയും ജലജയും ഒക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് നടന്നു കിട്ടുമല്ലോ എന്നുള്ള അതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ദേവയാനീനെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ തുറുപ്പ് ചീട്ട് ദേവയാനിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോളോട് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് ഇങ്ങനെ പറഞ്ഞതാണല്ലോ, ഞാൻ ബ്ലഡ് കൊടുക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ എന്തായാലും ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അച്ഛനിങ്ങനെ ബ്ലഡ് കൊടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും കണ്ടുപിടിക്കുക, അപ്പോൾ അവരുണ്ടായതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നതെന്ന് അങ്ങ് പറയാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ആ വഴിയൊന്നും നോക്കാമെന്ന്, അതുപോലെ തന്നെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നൊക്കെ വേണു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കയറാമെന്നൊക്കെ പറഞ്ഞ് വേണു അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് നയനയാണെങ്കിലും അവിടെ ഇങ്ങനെ കോടികളുടെ ബിസിനസ്സൊക്കെയാണല്ലോ ഡിസൈൻ വരച്ചുണ്ടാക്കി കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടുത്തെ ആണുങ്ങളൊക്കെ ഇങ്ങനെ അവളെ കയ്യിൽ വെച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ ആദർശാണെങ്കിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ആണുങ്ങളെയും കൂട്ടുപിടിക്കണം, പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ നമുക്ക് ഒപ്പം നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള ഇതെന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണമായിരുന്നു. ഇപ്പോൾ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല അവസരമായിരുന്നു, അങ്ങനെ കിട്ടിയ ചാൻസ് നമ്മൾ മുതലാക്കണം എന്ന് അതുകൊണ്ടാണെന്നൊക്കെ പറയൂ കേട്ടോ. പക്ഷേ അനാമികയുടെ ചെവിയിലേക്ക് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അനാമിക ബ്ലഡ് കൊടുക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയാണെങ്കിലും ഐസിയുവിൻ്റെ പുറത്ത് നിന്ന് ദേവയാനീനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. സങ്കടപ്പെട്ട് നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.